ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉണക്കലരി പായസമാണ്. ഏറ്റവും എളുപ്പത്തിലും പെട്ടെന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഉണക്കലരി പായസം. അതായത് ഇതിനകത്ത് നമ്മൾ നെയ്യ് ചേർക്കുന്നില്ല, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത് അതുപോലുള്ള സാധനങ്ങളൊന്നും തന്നെ ചേർക്കാതെ നമ്മുടെ ഉണക്കലരിയും പാലും പഞ്ചസാരയും ചേർത്ത് നമുക്ക് നല്ലൊരു പായസം ഉണ്ടാക്കിയാലോ. എളുപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇതിന് ഇച്ചിരി ടൈം എടുക്കുന്നതാണ്. നമുക്ക് അന്നേരം വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ പാൽപ്പായസത്തിനായിട്ട് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ പാലാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ 1 ലിറ്റർ പാല് ഇപ്പോൾ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ വെള്ളവും കൂടെ നമ്മൾ ചേർക്കുകയാണ്. അതായത് നമ്മുടെ ഉണക്കലരിക്ക് നല്ല വേവുള്ളതാണ്. അപ്പം നമ്മുടെ പാലൊന്ന് തിളച്ച് വറ്റിയതിന് ശേഷമാണ്, എന്നുവെച്ചാൽ കൂടുതൽ വറ്റണ്ട, ആ പാലിൻ്റെ ഒരു തിക്നെസ് ആയി വരുന്ന സമയത്ത് വേണം നമ്മൾ ഉണക്കലരി ഇട്ട് നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഉണക്കലരി ഈ പാലിൽ കിടന്ന് തന്നെ വെന്തെങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് വെള്ളം വെക്കുന്നത്. പാലും വെള്ളവും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാല് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതായത് തിളച്ച് തൂവി പോവരുത്. നമ്മുടെ പായസത്തിൻ്റെ പാല് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കത് അതിൻ്റെ പരുവം മതിയോ എന്ന് നോക്കാം. ഇല്ലായിട്ടില്ല, ഇച്ചിരി കൂടെ കുറുകി വരാനുണ്ട്. നമ്മുടെ പാല് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കട്ടി നമ്മൾ നോക്കണമെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ തവി ഇട്ടിട്ട് ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. കണ്ടോ, അന്നേരം പാലത് അതേ പിടിച്ചിരിക്കും. അതാണ് അതിൻ്റെ ഒരു കട്ടി, പാല് കട്ടിയായി എന്നുള്ളതിന്. ഇല്ലെങ്കിൽ പാലിൻ്റെ ഒരു മഞ്ഞ ഷെയ്ഡ് വരും നന്നായിട്ട് പാല് വറ്റി കഴിയുമ്പോൾ. അപ്പോഴത്തേക്ക് നമുക്ക് ഉണക്കലരി ഇട്ട് കൊടുക്കാം. ഉണക്കലരി ഇതുപോലെ നുറുക്കായിരിക്കണം, നീളമുള്ളത് വാങ്ങരുത്. നുറുക്കരിയാണ് നമ്മുടെ പായസത്തിന് നല്ലത്. അപ്പോൾ ഇത് ഞാനൊരു 1/2 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി നമുക്ക് പാലിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ അരി നമ്മുടെ പാലിൽ കിടന്നാണ് വേകേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി വരുമ്പോഴാണ് നമ്മുടെ പാല് കുറുകത്തുള്ളൂ. അപ്പം അതും കൂടെ നമ്മൾ നോക്കണം. ഇനി നമ്മൾ ആദ്യം ഒരു തിള നല്ല തീയിലിട്ട് തിളപ്പിക്കണം. അതിന് ശേഷം നമ്മൾ തീ കുറച്ചിടണം. അപ്പം ഞാൻ തീ നല്ലോണം കൂട്ടിയിട്ടിരിക്കുകയാണ്. അത് നല്ലോണം ഒരു എന്താ പറയുക, ഒരു 5 മിനിറ്റ് നല്ല തീയിലൊന്ന് തിളച്ചോട്ടെ. തിളയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൈയെടുക്കാതെ ഇളക്കണം, ഇല്ലെങ്കിൽ പാട ചൂടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ തീ നേരെ കുറച്ചിട്ടാൽ പാട കെട്ടിയാൽ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി വിട്ട് കൊടുത്താൽ മതി. അന്നേരം പാട കെട്ടത്തില്ല, പാട കെട്ടാതിരിക്കും. നമ്മുടെ പായസത്തിൻ്റെ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുവരെ നമ്മൾ പഞ്ചസാര ചേർത്തിരുന്നില്ല. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടമാണ്, അത് നോക്കിയിട്ട് ചേർക്കണം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കുറയ്ക്കുക. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ പായസം ഇച്ചിരി കൂടെ ഒന്ന് ലൂസാകും. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് നെയ്യോ അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ അങ്ങനെ ഒന്നും ചേർക്കേണ്ടതില്ല. അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. കാരണം നമ്മുടെ പാലിൽ തന്നെ അരി വെന്ത് പാല് പറ്റി കുറുകി വരുന്ന കാരണം നല്ല ടേസ്റ്റാണ്. നല്ല കളറ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിച്ചിരി നേരം മൂടി വെക്കണം. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.